നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. വരരുചിയുടെ കഥ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് പാണനാർക്ക് ശേഷമുണ്ടായ പുത്രനാണ് വടുതല നായർ. ആ കുട്ടിയെ എടുത്തു വളർത്തിയിരുന്ന നായർ സമുദായത്തിൽപ്പെട്ടൊരു പ്രമാണിയാണ്. പേരുകൊണ്ട് തന്നെ അറിയാലോ, വടുതല നായർ എന്നല്ലേ പറയുന്നത്. ആ കുട്ടി അവിടെ വളർന്നു വടുതല നായർ എന്ന പേരിൽ പ്രസിദ്ധനായി. അദ്ദേഹം സത്യസന്ധനായിരുന്നു, പ്രത്യേക സിദ്ധിയുള്ളവനായിരുന്നു, നല്ല ആരോഗ്യമുള്ളവനായിരുന്നു. ആരോടും വളരെ മര്യാദയോടുകൂടി മാത്രം പെരുമാറുന്ന ഒരാളായിരുന്നു. ഈ വടുതല നായരുടെ രൂപം ആൽച്ചുവട്ടിരിക്കുന്ന ഒരു ദിവസം അദ്ദേഹം താമസിച്ചിരുന്ന ക്ഷേത്ര മതിൽക്കെട്ടിനപ്പുറത്തുള്ള ഒരു ആൽത്തറയിലിരുന്ന് അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി വന്ന രാജകിങ്കരന്മാർ, ഈ വടുതല നായർക്ക് ഒരു സ്വഭാവമുണ്ട്, അദ്ദേഹം നിവർത്തിയുണ്ടെങ്കിൽ ആരോടും ഒന്നും മിണ്ടില്ല. ചോദിച്ചതൊക്കെ കേൾക്കും, ചിലപ്പോൾ ഒന്ന് ചിരിച്ചു എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുമില്ല, വർത്തമാനം പറയലില്ല. അതുകൊണ്ട് അഭിപ്രായം പറയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില അബദ്ധങ്ങളൊക്കെ പിണഞ്ഞുകൂടിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇവിടെ പറയുന്നത്. ആൽത്തറയിൽ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന് വെടി കൊണ്ട് കാറ്റും കൊണ്ട് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള വാക്തർക്കങ്ങളെയൊക്കെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ സമയം പോകാനൊരു വഴിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ രാജകിങ്കരന്മാർ പോകണുണ്ട്. അവർ കണ്ടപ്പോൾ അവിടെ കൂടിയിരിക്കണവരോടൊക്കെ പലരോടും ചോദിച്ചു. രാജകിങ്കന്മാരെ കണ്ടപ്പോൾ പേടിച്ചിട്ട് കൂട്ടുകാരൊക്കെ അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് ഒരു കിഴിക്കെട്ട് ഈ വടുതല നായരുടെ മുമ്പിൽ കൊണ്ടുവച്ചു. അപ്പോൾ അദ്ദേഹം അതെന്താണോ എന്ന് വിചാരിച്ചു, ഒന്നും നോക്കുക പോലും ചെയ്തില്ല, ഒട്ടും ശ്രദ്ധിച്ചില്ല. ആരാ കൊണ്ടുവച്ചെന്നൊന്നും അറിഞ്ഞുമില്ല. രാജകിങ്കന്മാർ വന്നപ്പോൾ ആരുമില്ല, വടുതല നായർ മാത്രം ആൽത്തറയിൽ വെറുതെ ഇരിക്കുക. അപ്പോൾ ഉടനെ കിങ്കരന്മാർ ഭൃത്യന്മാരും ഭടന്മാർ ചോദിച്ചു, വടുതല ചങ്ങാതി, നിങ്ങൾ ഈ വച്ചേക്കണം ഇത് ആരാ ഇവിടെ കൊണ്ടുവച്ചേ? അതൊരു കള്ളൻ രാജകൊട്ടാരത്തിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ച് വരികയായിരുന്നു. ആരാ ഇവിടെ കൊണ്ടുവച്ചതെന്ന് വെച്ചാൽ പറയൂ, കള്ളനെ പിടിക്കാൻ വന്നതാണ് ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പോഴും വടുതല നായരൊന്നും മിണ്ടിയില്ല, അറിയില്ല എന്നുള്ള മട്ടിൽ അവിടെ കേട്ട. എന്താ ഇയാളോട് ചോദിച്ചിട്ടൊന്നും പറയണമില്ലല്ലോ, ചെവി കേൾക്കില്ല എന്നുണ്ടോ, വർത്താനം പറയില്ല എന്നുണ്ടോ എന്നൊക്കെ ഭടന്മാർ തമ്മി പറഞ്ഞു. അപ്പം അതിലൊരാൾ പറഞ്ഞു, നമ്മളിപ്പോൾ ചോദ്യം ചെയ്തിട്ട് വേറെ ഇയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും വരണ്ട, നമുക്ക് പീഡിപ്പിച്ചു ദേഹോപദ്രവം ചെയ്തു എന്നൊന്നും വരണ്ട, നമുക്ക് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. അവർ പിടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് രാജാവ് ഭേദ്യം ചെയ്തു, നാടുവാഴി രാജാവ്. എന്താ വടുതല നായരെ, നിങ്ങളുടെ കുടുംബമൊക്കെ നല്ല കുടുംബമാണല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ വളരെ സിദ്ധനാണല്ലോ, പ്രാപ്തനാണല്ലോ, കൗശലക്കാരനാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വണങ്ങുന്നു എന്ന് പറഞ്ഞു വണങ്ങി. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഈ ആഭരണങ്ങളൊക്കെ നിങ്ങളെവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നേ, ആരാ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നതെന്ന് പറയുന്നത്. അപ്പോഴും വേണ്ടിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് തീരുമാനിച്ചു, ഇയാളെ ഇനിയിപ്പോൾ തമ്പുരാനെ കളവും മുതലുമായിട്ടാണ് ഇയാളെ കിട്ടിയത്, ഇയാളുടെ അടുത്തിരുന്നതാണ് ഈ കിഴിക്കെട്ട്. ആരാ അവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് 100 വട്ടം ചോദിച്ചിട്ട് പറയണമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങ് തന്നെ ചോദിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ, കള്ളനെ കണ്ടുപിടിച്ചോളൂ എന്ന്. നാടുവാഴി തമ്പുരാൻ ഒരുപാട് ചോദിച്ചു, ആരാ? നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ കണ്ടിരിക്കണേ, ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണേ, നിങ്ങൾക്ക് ശിക്ഷ കൂടുതലാവും കേട്ടോ. ആരാണെന്ന് അറിയാൻ ഈ യഥാർത്ഥ കള്ളനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങളെയാണ് ഇപ്പോൾ കള്ളനാന്ന് വെച്ചേക്കണേ, നിങ്ങളുടെ അടുത്ത് നല്ല തൊണ്ടി മുതൽ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടെന്താ ഒന്നും തന്നെ അപ്പോഴും ഇയാൾ ഒന്നിനും മറുപടി പറയാണ്ട് ഇങ്ങനെ മേലോട്ടും കീഴോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ എന്തുണ്ടായി, ഇയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നാടുവാഴി തമ്മിൽ ആ ചൂരിലും കൊണ്ട് തരുമെന്ന് പറഞ്ഞ് മേടിച്ച് ജോലിക്കാരുടെ ഇന്നത്തെ ചൂരിലാണ് മേടിച്ചിട്ട് ഈ വടുതല നായരെ ഏറ്റവും വലവും അങ്ങോട്ട് പ്രഹരാതി കഷായം എന്ന് പറഞ്ഞാൽ നല്ല അടി അങ്ങോട്ട് അടിച്ചു, തലങ്ങം വിലങ്ങ അകത്തും പുറത്തൊക്കെയായിട്ട്. നാടുവാഴിക്കും സേവകന്മാർക്ക് അത്ഭുതം തോന്നി. ചാട്ടയടിയാളുടെ ദേഹത്ത് ഒരുപാടായി കൊള്ളണേ, പക്ഷേ ജാതരവിധ വേദന എടുക്കുന്നതായിട്ടുള്ള ഒരു ഭാവഭേദവും ഇല്ല. എന്നാൽ വേദന എടുത്താ ഇയാൾക്ക് വേദനയ്ക്കിട്ടോ ചോദിക്കേണ്ടി വരും. അപ്പോഴും ഒന്നും മിണ്ടണമില്ല. അങ്ങനെ കഴിഞ്ഞു. അതേ സമയം കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഒരാൾ ദൂരെ നോട്ടി വീഴണം. അരുതേ തമ്പുരാനെ, അരുതേ എന്ന് പറഞ്ഞിട്ടാണ് വരണേ. അപ്പം എല്ലാവരും എന്താണെന്ന് വിചാരിച്ച് ശ്രദ്ധിച്ചു. ക്ഷമിക്കണം തമ്പുരാനെ, അടിയനാണ് ഈ ഇതൊക്കെ
മോഷ്ടാവ്. ഈ സാധനങ്ങൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ചത് ഞാനാണ്. കണ്ടോ, ഈ പാക്കനാർക്ക് കിട്ടിയ അടി മുഴുവൻ എൻ്റെ ദേഹത്താണ് കിട്ടിയ, എൻ്റെ ശരീരത്തിൽ പാടുകളും വെടുകളും ഒക്കെ കണ്ടോ എന്ന് പറയണു. അപ്പോൾ താൻ എന്താ അത് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ കേട്ടപ്പോൾ നാടുവഴിക്കും കിങ്കരന്മാർക്കും എല്ലാവർക്കും ഒരു ആശ്ചര്യം തോന്നി. വ്യക്തമായി പറയൂ, നിങ്ങളുടെ ദേഹത്ത് കാണുന്ന ഈ മുറിപ്പാടുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു വന്ന ആ ഓടി അലച്ച് വന്ന ഒരു മോഷ്ടാവിനോട്, ഞാൻ മോഷ്ടാവാ എന്ന് പറയുന്ന ആ മോഷ്ടാവിനോട്, തമ്പുരാനെ അവിടെ നിന്ന് ഇദ്ദേഹത്തെ അടിച്ച അടികളൊക്കെ കൊണ്ടത് എൻ്റെ ദേഹത്താണ്. നിരപരാധി ശിക്ഷിക്കപ്പെട്ടപ്പോൾ അപരാധിയായ അടിയൻ്റെ ശരീരം പൊളിഞ്ഞു പോയി. അതാണ് ഉണ്ടായത്. നിരപരാധിക്ക് കൊടുത്ത ശിക്ഷ ഒന്നും ഏറ്റില്ല, അത് അപരാധം ചെയ്തവർക്ക് പോയി. കള്ളൻ്റെ ഏറ്റുപറച്ചിലും അയാളുടെ അനുഭവവും വിചിത്രം തന്നെ. ഇങ്ങനെ ഉണ്ടാവും, ഒരാളെ തല്ലുമ്പോൾ വേറൊരാളുടെ മേത്ത് വടി കൊള്ളുക, അവർക്ക് പരിക്ക് പറ്റുക എന്നൊക്കെ. ഇതെന്താ ഇവിടെ ഈ നാട്ടിലുള്ള കുഴപ്പം എന്നൊക്കെ ഉണ്ട്. കിങ്കരന്മാരെ പിടിച്ചു കെട്ടി ആ ദ്രോഹിയെ കളവ് മുതൽ നിരപരാധിയായ ഒരുവൻ്റെ തലയിൽ കെട്ടിയേൽപ്പിച്ച നമ്മെ കൊണ്ട് പാപം ചെയ്യിച്ച ഇവൻ്റെ കൈപ്പത്തികൾ വെട്ടിയെറിഞ്ഞേക്കും. അപ്പം നാടുവഴി തമ്പുരാൻ പറഞ്ഞു, ഞാനല്ലേ ഈ വടുതല നായരെ ഇങ്ങനെ തല്ലിയത്, അത് മഹാപാപമാണ്, അതുകൊണ്ട് എൻ്റെ കൈയൊക്കെ പിടിച്ച് കെട്ടിയിടൂ എന്നൊക്കെ നാടുവഴി പറഞ്ഞു. പോലെ തിരുമനസേ, അടിയൻ്റെ കൈപ്പത്തികളോ തലയോടോ ഏത് വേണമെങ്കിലും വെട്ടിക്കളയാൻ തീരുമാനിച്ചോളൂ, എന്നാൽ നിരപരാധിയായ ഇദ്ദേഹത്തെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് ആ വന്ന ആൾ വീണ്ടും വടുതല നായർക്ക് വേണ്ടി വാദിക്കാനും കരയാനും തുടങ്ങി. അരുതാത്തത് ചെയ്തിട്ട് ഇപ്പം നിന്ന് മുതല കണ്ണീര് പൊഴിക്കണോ എന്ന് ചോദിച്ചു. സേവകന്മാരെ, ഇദ്ദേഹത്തെ നിരുപാധികം വിട്ടേക്കൂ. ഈ വടുതല നായർ ഒരു വിധത്തിലും തെറ്റുകാരനല്ല, അദ്ദേഹത്തെ കെട്ടഴിക്കൂ, വിടൂ. ഈ ദുഷ്ടനായ കള്ളൻ്റെ ശിക്ഷ തൽക്ഷണം നടപ്പാക്കുക. അപ്പോൾ രണ്ടാമത് വന്നവൻ തന്നെയാണ് കള്ളൻ, അവൻ്റെ ശിക്ഷ അങ്ങോട്ട് നടപ്പാക്കാൻ പറഞ്ഞു. അങ്ങനെ നാടുവഴി കൽപ്പിച്ചു. സേവകന്മാർ കള്ളൻ്റെ കൈപ്പത്തികളൊക്കെ മുറിച്ച് കളയാനായിട്ട് ഒരുമ്പിട്ടു. അതാണ് കളവക്കിനുള്ള ശിക്ഷ. അരുത്, അയാളെ ഒന്നും ചെയ്യരുത്. ചെയ്തു പോയ കുറ്റത്തിന് വേണ്ടത്ര ശിക്ഷ അയാൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാനസാന്തരപ്പെട്ട കുറ്റം ഏറ്റുപറഞ്ഞ് കണ്ണീർ പൊഴിക്കുന്നവനെ വീണ്ടും ശിക്ഷിക്കുന്നത് ഒരിക്കലും ഒരു നാടുവാഴിക്ക് ചേർന്ന പ്രവൃത്തിയല്ല, അത് മഹാപാപമാണ്. പശ്ചാത്താപം പ്രായശ്ചിത്തമാണ്. അയാളെ വിട്ടേക്കും. ആരാ ഇത് പറഞ്ഞതെന്നറിയാമോ? വടുതല നായർ. ഇതുവരെ മിണ്ടാണ്ടിരുന്ന വടുതല നായർ പറഞ്ഞു, ഈ വന്ന ആൾ നിരപരാധിയാണ്, അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അയാൾ വെറുതെ വിട്ടേക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ ആ നാടുവാഴി തമ്പുരാൻ ആ വടുതല നായരുടെ അപേക്ഷ എന്ന് കേൾക്കുകയും അനീതി കാണിച്ച താൻ അനീതി കാട്ടി ഉത്തരം പറയുമ്പോൾ നാടുവാഴിയുടെ മനസ്സവശേഷിച്ചു. താനല്ലേ അനീതി പ്രവർത്തിച്ച്, ആരെ അപരാധി എന്നറിയാതെ കണ്ട് ശിക്ഷിച്ചത് എന്നൊക്കെ ഓർത്തുകൊണ്ട് നാടുവാഴിയും പശ്ചാത്തപിച്ചു. അതേസമയം വന്ന കള്ളനും പശ്ചാത്തപിച്ചു. വടുതല നായർക്ക് വളരെ കുറ്റബോധം തോന്നി. ഈ പാവത്തിനും കിട്ടിയില്ലോ നല്ല അടി എന്നൊക്കെ വിചാരിച്ചു. ഇതാണ് വടുതല നായരുടെ ഒരു ദിവ്യത്വം എന്ന് പറയുന്നത്. മറ്റുള്ളവരിലെ കുറ്റം ചെയ്തവരെ, അതായത് ഉൾക്കണ്ണാൽ മറ്റുള്ള നടന്ന സംഭവം കാണാനുള്ള ഒരു സിദ്ധി അദ്ദേഹത്തിനുണ്ട്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.